എനിക്ക് രാഷ്ട്രീയമില്ല, എനിക്ക് ഒരു രാഷ്ട്രീയം. BJPക്ക് ഈ പുതിയ ബില്ലിൽ മുനമ്പത്തിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. കാരണം എന്താണ്? ആരൊക്കെ ചെയ്യാൻ പറ്റില്ല. മുൻകാല പ്രാബല്യം കൊടുത്താൽ മാത്രമേ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധ്യമായിട്ടുള്ളൂ. പക്ഷെ അതവർക്ക് നിയമപരമായി കൊടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഇരിക്കുക. അപ്പോ ഈ പുതിയ ആക്ട് വരുന്നു, ബില്ല് അവതരിപ്പിക്കപ്പെടുന്നു. ഞാനും പറഞ്ഞു മുനമ്പത്തിന് രക്ഷയില്ല. എന്നാൽ മുനമ്പംകാരുടെ ഭാഗ്യത്തിന് കോൺഗ്രസ് തന്നെ വളരെ ശക്തമായിട്ട് എതിർക്കുകയും അവസാനം ഇത് JPC-യിലോട്ട് പോവുകയും ചെയ്തു. അവസാനം ഫെബ്രുവരി മാസം JPC-യുടെ ഫൈനൽ റിപ്പോർട്ട് സ്പീക്കർക്ക് കൊടുത്തു. അങ്ങനെ ഫെബ്രുവരി മാസം 14-ാം തീയതി രാത്രി 12 മണിക്കാണ് ഞാൻ കണ്ടത്. അപ്പോ ഞാൻ തുറന്നു നോക്കിയപ്പോ 936 പേര്. മൊബൈലിലാണ് സാധനം കിടക്കുന്നത്, പേപ്പറിൽ പോലും അല്ല. പക്ഷെ ഭാഗ്യത്തിന് ഞാൻ ഈ നിരന്തരമായിട്ട് ഇതിങ്ങനെ പഠിച്ച് വരുന്നത് ആയതുകൊണ്ട് എനിക്ക് ഈ ഒന്നാമത്തെ പേജ് കൊണ്ട് 930 പേജ് വായിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ക്ലോസ് 1 ഏത് സെക്ഷനാണ്, എന്താണ് പാർലമെന്റിൽ കൊടുത്ത ബില്ലിലുള്ള നിർദ്ദേശം, അതിനെ സംബന്ധിച്ച് JPC എന്ത് പറയും, ഇങ്ങനെ മറച്ചു നോക്കിയിട്ട് അതിന്റെ റെക്കമെൻഡേഷൻ മാത്രം നോക്കിയാൽ മതി. അപ്പൊ ഞാൻ ഓരോ റെക്കമെൻഡേഷൻ എഴുതി 3 മണിയായപ്പോ ഞാൻ തന്നെ അന്തം വിട്ടു. മുനമ്പത്തിന്റെ പരിഹാരം എന്റെ രോമേശിക്കോ ഇപ്പോഴും ആലോചിക്കുന്നു. മുനമ്പത്തിന്റെ പരിഹാരം എന്റെ ഫ്രണ്ടിൽ വരികയാണ്, തികച്ചും അൺഎക്സ്പെക്ടഡ്ലി. എനിക്കിത് ജനങ്ങളുടെ വിളിച്ച് പറയണം. അപ്പൊ ഞാൻ ആലോചിച്ചത് ഞാൻ ആരോടാണ് ഇത്, ഞാൻ പറയുന്നത് സത്യമാണ്, ഞാൻ ഇത് ആരോടാണ് ആദ്യം പറയുന്നത്. അവിടെ സിജി എന്നും പറഞ്ഞൊരു പോകാൻ വെച്ചു ഇല്ല, മുദ്രാവാക്യം വിളിക്കുമ്പോൾ എപ്പോഴും അത് എത്ര ദിവസമായിട്ട് എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വിചാരിച്ചു ഷീ ഈസ് ദ മോസ്റ്റ് ഐഡിയൽ പേഴ്സൺ. അങ്ങനെ ഞാൻ സിജിക്ക് ഒരു മെസ്സേജ് ഇടും. രാത്രി 3:05 സിജി ഇങ്ങനെ പരിഹാരമാണ്. അതിനുശേഷം ഞാൻ ബാത്റൂമിൽ പുറത്ത് വന്നപ്പോൾ ഞാൻ കരുതി ഇത് സിജിയെ മാത്രം അറിയിക്കേണ്ട കാര്യമല്ല, ഞാൻ തന്നെ ഇത് ലോകത്തോട് വിളിച്ചു പറഞ്ഞു. അപ്പൊ എനിക്കൊരു ചെറിയ യൂട്യൂബ് ചാനൽ അടുത്തൊരു വീഡിയോ എടുത്തിട്ട് അത് എന്റെ കുട്ടിയാണ് ഈ 2A എന്ന് പറയും. ഇന്നലെയും ഫാദർ മറന്നു പോകും. ഞാൻ കണ്ടെത്തി. കാരണം എന്താണ്, മറ്റാർക്കും ഇത് കണ്ടെത്താൻ പറ്റത്തില്ല. കാരണം അതിന് മുനമ്പൊന്ന് എഴുതിയിട്ടുണ്ടോ? ആർക്കെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മുനമ്പൊന്നുണ്ടോ? കേരളം ഒന്നും കൊല്ലില്ല. പിന്നെ എങ്ങനെ പരിഹാരമുള്ളൂ? സുഹൃത്തുക്കളെ, അത് എന്റെ ഈ മുനമ്പത്തിന്റെ വിഷയം പഠിച്ചതിലുള്ള ഒരു കാര്യം. അവിടെ ഒരു സൊസൈറ്റി ഒന്നും പ്രശ്നമുള്ളൊരു വാക്കുണ്ടായി. അതായത് 1950 നവംബർ മാസം 1-ാം തീയതി സിദ്ദിഖ് ചെട്ടുവിന്റെ ഒരു പ്രമാണം, പരമകാരുണികനും കരുണാനിധിയുമായ ഏക ഇലാഹിന്റെ തിരുനാമത്തിൽ ഇന്ത്യ ഗവൺമെന്റ് വക 1860 21-ാം നമ്പർ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യിച്ച് മദ്രാസ് സംസ്ഥാനത്ത് മലബാർ ജില്ലയിൽ ഏറനാട് താലൂക്കിൽ ഫറൂഖ് അംശത്ത് നല്ലൂർ ദേശത്ത് ഓഫീസ് തുറന്ന് പ്രവർത്തിച്ചു വരുന്ന മുനമ്പത്താരെങ്കിലും ഇത് കാണാൻ പറയൂ. മാഷെ, അത് അന്ന് എന്റെ തലയ്ക്കകത്ത് കിടക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചത്. കാരണം സൊസൈറ്റികൾ മുൻകാല പ്രാബല്യത്തോടുകൂടി വഖഫ് ആക്ടിന്റെ പരിധിക്ക് പുറത്തു പോകുക. ഇത് ഈ കാര്യങ്ങൾ കംപ്ലീറ്റും അറിയെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. ഈ നമ്മൾ സാധാരണ തന്നെ ഫറൂഖ് കോളേജ്, മഹാരാജാസ് കോളേജ്, ഗവൺമെന്റ് ആർട്സ് കോളേജ്, ഇതൊരു കോളേജ് എന്നും പറഞ്ഞല്ലേ ഇരുന്നത്. ഇതൊരു സൊസൈറ്റി ആണെന്ന് അറിഞ്ഞാല് ഈ 2A ഇവിടെ എത്ര പേര് ഇത് വായിക്കാറുണ്ട്? നമ്മുടെ സമൂഹത്തിൽ ആരും വായിക്കൂ. ഇത് ചിലപ്പോൾ 10-15 വർഷം ആരും അറിയാതെ പോയി. അപ്പോ ഞാൻ എന്റെ വീഡിയോ ഇറക്കി ഒരു BJP-ക്കാർ തിരിഞ്ഞു നോക്കിയത് ഒക്ടോബർ മാസം 15-ാം തീയതി എന്റെ വീഡിയോ 23-ാം തീയതി ഞാൻ അനിൽ നമ്പ്യാരെ വിളിച്ചു. ഞാൻ പറഞ്ഞു, നമ്പ്യാരെ 2-3 മാസം കഴിയുമ്പോൾ ഇവിടെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം പോകുന്നത് നമ്മുടെ ഒരു സാധനമുണ്ട്, നമുക്കൊരു വീഡിയോ ചെയ്യാം, ധൈര്യമുണ്ടോ? അത് പറഞ്ഞ് സാറിന് എനിക്ക് വിശ്വാസം പോരെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഫെബ്രുവരി മാസം 23-ാം തീയതി
മറുപടി എന്നുള്ള പ്രോഗ്രാമിൽ വളരെ അരമണിക്കൂർ സമയമെടുത്ത് ഒരു സാധാരണക്കാർ പോലും മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ എങ്ങനെയാണ് മുനമ്പം വിഷയം പരിഹരിക്കപ്പെടുക എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ അത് കണ്ടിട്ടുള്ള ആളിനോടൊന്ന് കൈവയ്ക്കും. താങ്ക് യു വെരി മച്ച്. അപ്പോഴും BJP എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല, കോൺഗ്രസ് തിരിഞ്ഞു നോക്കില്ലല്ലോ. പരിഹാരം ഉണ്ടെന്ന് ഇല്ലെന്ന് പറഞ്ഞാലേ കോൺഗ്രസ് തിരിഞ്ഞു നോക്കും, LDF തിരിഞ്ഞു നോക്കും, മുസ്ലിം ലീഗും തിരിഞ്ഞു നോക്കും. ഇതിപ്പോ ഞാൻ ആകെ പ്രതീക്ഷിച്ച BJP പോലും നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല. പാർലമെന്റില് 3-ാം തീയതി രാജ്യസഭയിലും പാസ്സായി, നിയമം പാസ്സായി. ആ സമയത്താണ് BJPക്കാർ ഓട്ടം തുടങ്ങുക. ഏതോ ഒരു ഭ്രാന്തൻ ഇത് വന്നു കഴിഞ്ഞാൽ ഒരു പരിഹാരം കിട്ടുമെന്ന് പറയുന്നത് അതാരാണ്? അങ്ങനെയാണ് എന്നെ ആദ്യം ഷോൺ ജോർജ് വിളിക്കുന്നത്. എനിക്കൊരു BJPയെയും കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റിനെയും ഒന്നും സപ്പോർട്ട് ചെയ്യേണ്ട, എതിർക്കേണ്ട ആവശ്യമില്ല. നല്ല കാര്യമായിരിക്കുമോ? അപ്പോൾ പുള്ളി ചോദിച്ചു, സാറേ ഇത് ഇങ്ങനെയാണ് സാർ, പരിഹാരം ഉണ്ടെന്നത് ഇത് എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അതിന്റെ കട്ടിങ്സ് അയച്ചു. അതൊക്കെ അയച്ചു കൊടുത്തു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഷോണിന്റെ പോസ്റ്റ്, എടാ കോൺഗ്രസ്സുകാരന്മാരെ മുൻപ് വിഷയം പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞു, ഇത് നോക്കടാ അത് പറഞ്ഞിട്ട് ഞാൻ എഴുതി കൊടുത്തില്ല. ഇവിടെ പുതിയ സന്തോഷം, ആരെങ്കിലും അവസാനമെങ്കിലും അതിനെ ഏറ്റെടുത്തല്ലോ, സന്തോഷം, കുഴപ്പമില്ല. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അഡ്വക്കേറ്റ് JR പത്മകുമാരനെ വിളിക്കും, രാജീവ് ചന്ദ്രശേഖരനെ വിളിക്കും. ഇപ്പൊ ഞങ്ങൾ നേരത്തെ പരിചയമുണ്ട്. എന്റെ നാട്ടിലെ പേര് ഹരി എന്നാണ്. എടാ ഹരി, നീ ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ ചെയ്ത് പരിഹാരം കൊണ്ടുവന്നു, എന്താണ്? ഞാൻ പറഞ്ഞു കൊടുത്തു കാര്യങ്ങൾ. പുള്ളിയൊക്കെ എഴുതിയെടുത്തു. അഗാഖനി എന്നുള്ള വാക്കിന്റെ സ്പെല്ലിംഗ് വരെ ഞാൻ പറഞ്ഞു എഴുതി. പിറ്റേ ദിവസം രാജീവ് ചന്ദ്രശേഖർ മുൻപത്ത് വന്നിട്ട് പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിയമം എഴുതിയത്, നിങ്ങൾക്ക് 100% 1000% പരിഹാരമായി എന്ന് അദ്ദേഹം പറഞ്ഞില്ലേ? പറഞ്ഞോ? തലേ ദിവസം ക്ലാസ് എടുത്തു കൊടുത്തതിനാണ്. ഇവരാരും എന്നിട്ട് പോലും ഇത് യഥാർത്ഥത്തിൽ എന്താണ്, ഈ ടെലിഫോണിലല്ലാതെ ഒന്ന് നേരത്തെ കണ്ട് വിളിച്ച് ഇതൊന്ന് പേപ്പർ വെച്ച് പരിചയപ്പെടുത്തി കൊടുത്തിരുന്നു എങ്കിൽ, അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി റിജിജുവിനും എന്നോടൊപ്പം 10 മിനിറ്റ് ഇരുത്തിയിരുന്നു എങ്കിൽ റിജിജു തകർത്തിട്ട് പോയത്. കാര്യകാരണ സഹിതം എന്തുകൊണ്ടാണ് മുനമ്പം വിഷയത്തിൽ ഇത് കൂടി പരിഹാരം കിട്ടുക എന്ന് മുനമ്പത്ത് റിജിജു പറഞ്ഞിട്ട് പോകാൻ സാധിക്കും. അവിടെ ഈ BJPക്കാർക്ക് പറ്റിയ അപ്പൊ ഇനി എങ്ങനെയാണ് ഇതിന് പരിഹാരം എന്നുള്ളതാണ് ഇവിടെയുള്ള ചോദ്യം. ഇപ്പോ ഈ വഖഫ് ആക്ടിന്റെ സെക്ഷൻ 2 എന്ന് പറയുന്നത് ഏതൊക്കെ സംഗതികൾക്കാണ് ഈ വഖഫ് ആക്ട് ബാധകമല്ലാത്തത് എന്നാണ്. ഈ മുനമ്പത്തിന്റെ ഏറ്റവും വലിയ ശത്രു ആരാണ് ഇപ്പോ? വഖഫ് ബോർഡാണോ? ആണോ? എല്ലാവരും മിണ്ടാത്തത്. മുനമ്പത്തിന്റെ നമ്പർ 1 ശത്രു ആരാ? ഇപ്പോഴത്തെ ആക്ടാണ്, വഖഫ് ബോർഡ് അല്ല. മുഖ്യമന്ത്രിയെ അല്ലാതെ VD സതീശനുമില്ല, ആരുമല്ല. ഈ വഖഫ് ആക്ട് ഉണ്ടെങ്കിലേ വഖഫ് ബോർഡ്, വഖഫ് ആക്ട് ഉണ്ടെങ്കിലേ ഈ വഖഫ് ട്രൈബ്യൂണലുള്ളൂ. അപ്പോ വഖഫ് ആക്ടിന്റെ പരിധിക്ക് പുറത്താകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ജയിലിൽ നിന്ന് മതിലുകാടിന് തുല്യമല്ലേ. നമ്മളെ ജീവപര്യന്തം അല്ലെങ്കിൽ മരണം വരെ ജയിലിൽ പിടിച്ചിട്ടിരിക്കുന്നു. നമ്മള് ആ മതിൽ ചാടി വെളിയിൽ പോകുന്നു, ഓടി ഒളിക്കുന്നു. അതിന് തുല്യമല്ലേ മുനമ്പം എന്ന സ്ഥലം വഖഫ് ആക്ടിന്റെ പരിധിക്ക് പുറത്തു പോകുക എന്നുള്ളത്? മുനമ്പം അല്ല ഞാൻ പറയുമ്പോൾ ഫറൂഖ് കോളേജ്. കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യേണ്ടത് എന്നെങ്കിലും ഏതെങ്കിലും ഒരു മുസ്ലിം, അത് ഗോപാലൻ നായർ പോയ ഫാദർ ജോഷി മയ്യായാലും പോരാ, ഏതെങ്കിലും ഒരു മുസ്ലിം ആയിരിക്കണം ഇതിലെ കഥാനായകൻ. രണ്ടാമത്തെ ക്വാളിഫിക്കേഷൻ, അദ്ദേഹം ഒരു വഖഫ് ഉണ്ടാക്കാൻ ലക്ഷ്യമുണ്ടല്ലോ. പയസ്, റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കണം വഖഫ് ഉണ്ടാക്കേണ്ടത്. അത്തരം ഒരു പർപ്പസതിൽ, ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണോ ഈ സംഗതി, വഖഫ് ആയിക്കോട്ടെ ഇല്ലാതായി സംഗതി ഉണ്ടാക്കിയത്? രണ്ടാമത്തെ ക്വാളിഫിക്കേഷൻ. മൂന്നാമത്തെ ക്വാളിഫിക്കേഷൻ, ഇദ്ദേഹം സാധാരണ വഖഫ് ഉണ്ടാക്കുമ്പോൾ ഒരു മുത്തവല്ലിയാണ് ഏൽപ്പിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് എന്റെ കണ്ടീഷൻ, നീ ഈ രീതിക്കല്ല നോക്കിക്കൊണ്ടു എന്നാണ് പറയുന്നത് മുത്തവല്ലി. അതിന് പകരം ഒരു ട്രസ്റ്റിനോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റാറ്റ്യൂട്ട് പ്രകാരം നിയന്ത്രിക്കപ്പെടുന്ന
ഈ സൊസൈറ്റി ഇതൊക്കെ സ്റ്റാറ്റ്യൂട്ട് രണ്ട് തരം നിയമങ്ങളുണ്ട്. ബേസിക്കലി ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം നമുക്ക് കിട്ടുന്ന നിയമം, രണ്ട് അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ട് പ്രകാരം കിട്ടുന്ന നമ്മുടെ നിയമങ്ങൾ. അങ്ങനെയുള്ള ഏതെങ്കിലും ബോഡി നടത്തുന്ന ഒരു സ്ഥാപനത്തിലാണ് ഈ ഡെഡിക്കേഷൻ നടത്തുന്നത് എങ്കിൽ അത്തരം വസ്തുക്കൾ വഖഫ് ആക്ടിന്റെ പരിധിക്ക് മുൻകാല പ്രാബല്യത്തോടുകൂടി ആകും എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം, 1954 ഇതിന്റെ ആദ്യത്തെ ബില്ല് നിയമം വന്ന സമയത്ത് സൊസൈറ്റികളെയും ട്രസ്റ്റുകളെയും ഒന്നും ഈ വഖഫ് ആക്ടിന്റെ പരിധിക്കകത്ത് ഇട്ടിരുന്നില്ല, ഫ്രീ ആയിരുന്നു. 1995 അവരെ കൂടെ പിടിച്ചില്ലാത്തതുകൊണ്ട് ഇട്ടത്. ഇപ്പൊ ഒന്നും സംഭവിച്ചില്ല. അവരെ കൂടെ പണ്ട് തൊട്ടേ നിങ്ങൾ വെളിയിലാണ് എന്ന് പറഞ്ഞ് എറിഞ്ഞു. പണ്ട് തൊട്ടേ, ബിഫോർ ഓർ ആഫ്റ്റർ ദ കമൻസ്മെന്റ് ഓഫ് ദിസ് ആക്ട്. അപ്പോ 2019 വഖഫ് ബോർഡ് ഇത് വഖഫാണെന്ന് ഡിക്ലെയർ ചെയ്തത് ശരിയാണ്? ചേട്ടാ പറ. വഖഫ് ആക്ട് ഫറൂഖ് കോളേജിന് അത് നിലവിൽ വന്നതിന്റെ അന്നോട്ട് ബാധകം അല്ല എങ്കിൽ വഖഫ് ബോർഡ് ഫറൂഖ് കോളേജിന്റെ വസ്തു എന്നുള്ള നിലയിൽ മുനമ്പത്തെ വഖഫായി പ്രഖ്യാപിച്ചത് ശരിയേ തെറ്റാ? പറഞ്ഞേട്ടാ, ധൈര്യം വേണ്ടേ? ആരെങ്കിലും ശരിയാ തെറ്റാ? തെറ്റാണോ? പിന്നെ അത് അതിന്റെ അസറ്റ് രജിസ്റ്ററിൽ എഴുതിയത് തെറ്റോ ശരിയോ? തെറ്റ്. അപ്പൊ നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ ജോഷി ഫാദർ ചെയ്ത് പറഞ്ഞ നമുക്ക് ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? സുപ്രീം കോടതി ഈ കേസ് ഇപ്പം അറിയാലോ, ഈ സുപ്രീം കോടതി ഈ ആക്ടിനെ മൊത്തത്തിൽ സ്റ്റേ ചെയ്യുന്ന പ്രശ്നം ഒതുക്കുന്നില്ല. കഴിഞ്ഞ ദിവസം എന്റെ സുപ്രീം കോടതി കഴിഞ്ഞ 15-ാം തീയതി എനിക്കിന്ന് കാണാൻ പറ്റിയില്ല. സുപ്രീം കോടതി പറഞ്ഞു ഞങ്ങൾ 3 കാര്യങ്ങൾ നോക്കാൻ പോകും. സ്റ്റേ ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു. അതായത് ഈ വഖഫ് ബൈ യൂസർ, പിന്നെ ഈ വഖഫ് ബോർഡിലും മറ്റും നോൺ മുസ്ലിമിനെ അയക്കുന്നു. പിന്നെ വഖഫ് ബൈ യൂസർ അല്ലാത്ത ഉള്ള വഖഫുകളെ അത് സർക്കാർ വഴിയാണ് തിരിച്ചിട്ടു. ഇതിൽ 3 മാത്രമേ ഞങ്ങൾ വാദം കേൾക്കൂ എന്ന് പറയുമ്പോൾ സെക്ഷൻ 2 സ്റ്റേ വരുമോ? ചേട്ടാ ഉഷാറാവുന്നേ. സെക്ഷൻ 2 സ്റ്റേ വരൂല. വരണമെങ്കിൽ എന്നെ വിളിക്കണം. വന്നു കഴിഞ്ഞു അപ്പോ സുപ്രീം കോടതി തീരുമാനിച്ച് ഇവിടെ സ്റ്റേ കൊടുക്കണം. അതിനുശേഷം ആ സ്റ്റേ കൊടുത്ത സെക്ഷനിലെ മാത്രം റൂൾസ് സർക്കാർ ഉണ്ടാക്കി. ബാക്കി എല്ലാ സെക്ഷനും ഉള്ള റൂൾസ് ഉണ്ടാക്കി വീണ്ടും ഇത് പാർലമെന്റ് 2 സഭകളും പാസ്സാക്കണം. സജഷൻ ചോദിക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് നിയമം വന്നല്ലോ, ഇപ്പൊ ശരിയാക്കി തരുന്നു, എവിടെ നിങ്ങൾക്ക് റവന്യൂ വശം കിട്ടിയോ? ഇത് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. ഈ പാവപ്പെട്ട ആൾക്കാരെ പൊട്ടനാക്കുക. തൊട്ടടുത്ത യേശു എങ്ങനെയെങ്കിലും മന്ത്രി വെച്ച് പോട്ടെ, ഞാൻ രാഷ്ട്രീയം പറയാൻ ആഗ്രഹിക്കില്ല. എന്നാലും ഈ അറിഞ്ഞുകൊണ്ട് പാവപ്പെട്ട ആൾക്കാരെ പറ്റിക്കും. കാരണം മുനമ്പത്തെ വിഷയം എന്താണെന്ന് റിയലി അറിയണമെങ്കിൽ നമ്മൾ അതിലൊരു ഇരയായിരിക്കണം. അല്ലാത്തവർക്കൊക്കെ എവിടെ നിന്ന് എന്ത് ഡയലോഗും എന്ത് അഭിപ്രായങ്ങളും പറയാം. ഒരു ഇരയായാൽ മാത്രമേ നമുക്ക് അതിന്റെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ റിലീസാർ ഇനി റൂൾസ് ഉണ്ടാക്കും, പാർലമെന്റ് പാസ്സാക്കും. ഹൈബിയുടെ എതിർപ്പും ബാക്കിയുടെ എല്ലാ കോൺഗ്രസും LDFന്റെ MLA-മാരും അതിനെ എതിർക്കും. പക്ഷേ അത് പാസ്സായാൽ ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മൾ ചുമ്മാ മനക്കോട്ട കിട്ടി ആരെങ്കിലും കുറ്റം പറഞ്ഞ് പരിഹാരം ആയില്ല, അതാണ് ഇതാണ്, ഇനി കോടതി കയറി ഇറങ്ങണം, അതൊക്കെ ആലോചിച്ചിട്ട് മറുപടി. ഇപ്പോ എല്ലാവരും കൂടെ ഓടിച്ചിട്ട് അടിക്കുന്ന ഒരു രക്ഷയുണ്ട്, ബിബിൻ സെബാസ്റ്റ്യൻ. കാരണം പുള്ളി ഇപ്പൊ ഞാൻ പറഞ്ഞേ കേൾക്കും, വേറെ കുഴപ്പമൊന്നുമില്ല. പുള്ളിക്ക് അതിൽ കക്ഷി. അപ്പൊ പുള്ളി പറയും സാറേ ഞാൻ സാറ് പറയണേ കേൾക്കും. ഞാൻ പറയുന്നത് അങ്കിൽ നീ മാത്രമല്ല മുനമ്പവും രക്ഷപ്പെടും എന്ന് പറഞ്ഞു. അപ്പോ ഞങ്ങൾ പ്ലാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ശരി, വഖഫ് ട്രൈബ്യൂണലിൽ ചെല്ലും. എന്നിട്ട് പറയും, തലയൊക്കെ ചോദിക്കൊണ്ട് പറയും, മാഡത്തിന് ഇനി ഞങ്ങളെ കേസ് പരിഗണിക്കാൻ പറ്റില്ല. അതെന്താ പറ്റാത്ത? സെക്ഷൻ 2A വായിച്ചു നോക്കിയാണ്. ഫറൂഖ് കോളേജ് സൊസൈറ്റിയാണ്, വഖഫ് ആക്ടിന്റെ പരിധിക്ക് വെളിയിലാണ്. വഖഫ് ആക്ടിന്റെ പരിധിക്ക് അകത്തുള്ള അല്ലേ മാഡത്തിന് പരിശോധിക്കാൻ പറ്റും. അത് അത്രയേ ഉള്ളൂ. എനിക്ക് ഒരു ഉത്തരവ് തരണം. അപ്പോ അവരൊരു ഉത്തരവ് തരും. അഥവാ ഇല്ലല്ലോ ഞാൻ തന്നെ കേൾക്കും ഇത് പറയണേ, ഹൈക്കോടതി പോവും. ഹൈക്കോടതി 2A ഇന്റർപ്രറ്റ് ചെയ്യും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എഴുതി വയ്ക്കും. റിലീസാവും, ജയിൽ മോചിതർ ആകും. ആര്?
ഫറൂഖ് കോളേജ് മോചിതരാകുമ്പോൾ അവരിൽ നിന്ന് വസ്തു വാങ്ങിയ മുനമ്പംകാർക്കും ജയിലിന്റെ പുറത്തോട്ട് യാത്ര തുടരാം. പക്ഷേ വ്യാജിന്റെ അവിടെ ചെല്ലുമ്പോൾ നിൽക്കാൻ പറ്റും. ഇതിന് പരിഹാരം തരേണ്ടത് കളക്ടറല്ലേ. വക്കബോർഡിന് വക്ക ട്രൈബ്യൂണലിന് പരിഹാരം തരാൻ പറ്റില്ല. ഇതേ പറയാൻ പറ്റും, നിങ്ങളും വക്കഫായ്ക്ക് തമ്മിൽ ബന്ധമില്ല, ഇത്രേ പറയാൻ പറ്റും. അപ്പൊ പിന്നെ ആര് റവന്യൂ അവകാശം തിരിച്ചു തരും? കളക്ടർ. അപ്പൊ ഇതും കൊണ്ട് അവിടെ തരണം. അപ്പൊ അങ്ങനെ പറയും പറ്റൂല, തരൂല. അതെന്ത് സാറേ? അത് നിങ്ങൾ ഹൈക്കോടതിയിലൊക്കെ ഈ കണ്ണിക്കണ്ണൂരിന്റെ വസ്തുവിൽ കരമടയ്ക്കാനുള്ള പെർമിഷന് വേണ്ടി കേസെടുക്കരുത്. ഇതാണ് വക്കം ബോർഡിന്റെ വസ്തുവിൽ കരമടയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇവർ കേസെടുത്തത് ഹൈക്കോടതി. നമ്മൾ ഈ ഉടമസ്ഥാവകാശത്തിന് വേണ്ടി കളക്ടർ അടുക്ക പോകും. കളക്ടർ പറയും നിങ്ങൾ കരമടയ്ക്കാൻ വേണ്ടി കേസ് കൊടുത്തേക്കില്ല, അതൊക്കെ തീർന്നിട്ടുള്ള. അല്ലെങ്കിൽ കോടതി പരിഗണിക്കുന്ന വിഷയത്തിൽ ഞാൻ വലിയ ചെയ്താൽ സബ് ജുഡീസായി. അപ്പൊ കളക്ടറെ അടുക്ക പോണതിന് മുമ്പ് ഈ അനാവശ്യമായിട്ട് ഏതെങ്കിലും ജുഡീഷ്യൽ എസ്റ്റാബ്ലിഷിന്റെ മുമ്പിൽ എന്തെങ്കിലും കേസുകൾ അനാവശ്യമായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റും പിൻവലിക്കണം. എന്നിട്ട് പോയി കളക്ടറോട് സാറേ ഞാൻ അവിടെ വൃത്തിയാക്കിയേട്ടാ ഈത്ത. അപ്പോൾ അങ്ങേര് റവന്യൂ അവകാശം തിരിച്ചു കൊടുക്കും. അന്ന് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ മറ്റൊരു യോഗത്തിൽ അന്ന് ഈ ലഡുവൊക്കെ കഴിച്ചുകൊണ്ട് ഒരു യോഗം നമുക്ക് വീണ്ടും കൂടാം. അതുകൊണ്ട് ഞാൻ 100% ഉറപ്പ് പറയുന്നത് 99.99 അല്ല എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ബഹുമാനപ്പെട്ട ചീഫ് മിനിസ്റ്റർ എന്നെ വിളിക്കണം. അഡ്വക്കേറ്റ് ജനറലുമായിട്ട് ഈ വിഷയം ചർച്ച ചെയ്യാൻ ഒരു സാഹചര്യം ഉണ്ടാക്കി തരണം. അല്ല എന്നുണ്ടെങ്കിൽ വി ഡി സതീശൻ പറഞ്ഞു ഞാൻ ഒരു ബാച്ച് ഓഫ് വക്കീലന്മാരൊക്കെ ചർച്ച ചെയ്ത് അവരുടെയൊക്കെ ചർച്ച ചെയ്തിട്ടാണ് ഞാൻ വരുന്നത്. അദ്ദേഹം ആ ബാച്ച് ഓഫ് അഡ്വക്കേറ്റ്സ് ആരാണെങ്കിൽ അവരും ഞാനും കൂടെ ഒന്ന് സംവദിക്കാനുള്ള ചാൻസ് ഉണ്ടാക്കി തരണം. പിന്നെ മുനമ്പം ജനതയ്ക്ക് വേണ്ടിയിട്ട് ഹൈക്കോടതിയിൽ ഹാജരാകുന്ന സീനിയർ അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ടം പറഞ്ഞു ഇതുകൊണ്ട് മുനമ്പത്തിന് യാതൊരുവിധ പരിഹാരവും ഇല്ല. എന്റെ സിമ്പിൾ ചോദ്യം, ഇതുകൊണ്ട് മുനമ്പം വിഷയം പരിഹരിക്കപ്പെട്ടാൽ അങ്ങേര് കോട്ട് ഊരി കളയാൻ തയ്യാറാണ്. ഞാൻ പറയുന്നു മുനമ്പം വിഷയം പരിഹരിക്കപ്പെടുന്നു. ഹൈക്കോടതി ഡെസിഗ്നേറ്റ് ചെയ്ത സീനിയർ അഡ്വക്കേറ്റായ ജോർജ് പൂന്തോട്ടം പറയുന്നു ഇതുകൊണ്ട് ഫലം ഇല്ല. അഥവാ ഫലമുണ്ടായ അങ്ങേര് പിന്നെ സ്വന്തം പേരിന്റെ മുമ്പ് അഡ്വ എന്ന് എഴുതരുത്. മനസ്സിലായില്ലേ? ഇത്രയും ഒരു റിക്വസ്റ്റ് എനിക്കുണ്ട്. അപ്പൊ ഇതൊരു ദൈവികമായ തീരുമാനമാണ്. കാരണം ഈ 2A കൊണ്ടുവരാൻ ആർക്ക് വേണ്ടി കൊണ്ടുവന്നറിയാം? ഒരു കൂട്ടം മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ 2A കൊണ്ടുവന്നത്. അപ്പോ കൊണ്ടുവന്ന ആരാണ്? ഹിന്ദു ദൈവങ്ങളിൽ ഫാസിസ്റ്റ് മോഡി. ഇപ്പൊ മോഡി എന്തായാലും ഹിന്ദു ആണല്ലോ. ഇപ്പൊ ഹിന്ദു ദൈവവും അവിടെ എത്തി. അവർ രണ്ടും കൂടെ പറഞ്ഞിട്ടേ നമ്മളെ യേശുക്രിസ്തുവിന്റെ ആൾക്കാർക്ക് ആ മുനമ്പത്ത് പാവങ്ങളിടുന്ന കഷ്ടപ്പെടാതെ നമുക്കൊന്ന് വരും ചെയ്യണ്ടേ? അത് നമുക്ക് ചെയ്യണം. കേട്ടോ ഒന്നടേ ഇന്നാണ് ആ പരത്തെ നമുക്ക് നമുക്ക് ഇങ്ങനെ പരിഹരിക്കാം. അങ്ങനെ ഭാവിയിൽ മുനമ്പം എന്ന് പറയുന്നത് കേരളത്തിന്റെ മതേതരത്വത്തിന്റെ പ്രതീകമായിട്ടാണ് നിലകൊള്ളുന്നത്. കാരണം ഇവിടെ BJPയോ കോൺഗ്രസോ വി ഡി സതീശനോ ആരുമല്ല ഇതിന് പരിഹാരം കണ്ടെത്തിയിരിക്കുന്നത്. എന്റെ മനസ്സിൽ പുതുക്കിയ പാദം ഞാൻ പലപ്പോഴും പറഞ്ഞു ഇതൊരു ദൈവികമായ നിശ്ചയം, അത് മനസ്സിലാക്കുക. അല്ലാതെ ഞാൻ ആരോടും വെല്ലുവിളിക്കുന്നില്ല. പിന്നെ ഇവിടെ നമ്മളെ പ്രൊസീജിയർ അറിയാലോ, സമയമെടുക്കും. അതെന്താണെന്ന് പറയാനുള്ള കപ്പാസിറ്റി എനിക്കില്ല. പക്ഷെ ഇത് പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞു. ഞാൻ ഫെബ്രുവരി മാസം 15-ാം തീയതി രാവിലെ ബോധമില്ലാതെ വിളിച്ച് പറഞ്ഞതല്ല പരിഹരിക്കപ്പെട്ടു എന്ന്. ഇന്നും പറയുന്നു, എന്നും പറയും. മുനമ്പം ഞാൻ TV ചർച്ചയിലൊക്കെ പറയാറുണ്ട്, പ്രസിഡന്റ് ദ്രൗപദി മുർമു ഒപ്പിടുന്ന നിമിഷം മുനമ്പം വിഷയം പരിഹരിക്കപ്പെടും. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് തത്വത്തിൽ പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞു. ഇനി കുറെ പ്രൊസീജിയർ നടപടിക്രമങ്ങൾ ഉണ്ട്, അതിനുവേണ്ടി കാത്തിരിക്കുക. അല്ലാതെ മുനമ്പം ഇനിയൊരു വിഷയമേ അല്ല. അത് ഇന്നല്ലെങ്കിൽ നാളെ ഒരു കോടതിയിലും പോയി ഒരു കേസ് നിർത്താതെ ഒരുത്തന്റെ കാല് പിടിക്കാതെ നിങ്ങളെ കയ്യിൽ നിങ്ങളെ റവന്യൂ അവകാശങ്ങൾ തിരിച്ചെത്തും.